ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജന്റെ മൊഴിയെടുക്കുമെന്നുള്ള വാർത്ത. എന്തായാലും കരാർ ഇല്ലെങ്കിലും ധാരണയുണ്ടായിരുന്നു എന്നായിരുന്നു DC ജീവനക്കാരുടെ മൊഴി. DC ബുക്സ് ഉടമ രവിയുടെയും മൊഴി രേഖപ്പെടുത്തിയേക്കും. മിഥുൻ അയ്യപ്പൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജന്റെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം ധാരണയെത്തിയിരിക്കുന്നു. DC ബുക്സ് ഉടമ രവിയുടെയും മൊഴി ഇതിൽ രേഖപ്പെടുത്തിയേക്കും. ഇതിൽ പ്രസിദ്ധീകരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, എന്തായാലും ഈ ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട് ധാരണയിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് ജീവനക്കാർ മൊഴി നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. മിഥുൻ, വിശദാംശങ്ങൾ. ഇ.പിയുടെ ആത്മകഥാ പുസ്തകമായിട്ടുള്ള കട്ടൻ ചായയും പരിപ്പുവടയും എന്നുള്ള പുസ്തകത്തിന്റെ വിവാദം കെട്ടടങ്ങുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അത് ഏതാണ്ട് മരവിപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ പുസ്തകം ഇതിന്റെ ഉടമ DC ബുക്സിന്റെ ഉടമ DC രവിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ജീവനക്കാരിൽ നിന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള മൊഴി അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് തേടിയിരുന്നു. ഈ ജീവനക്കാരിൽ നിന്ന് വിവരം തേടിയതെന്ന് ഇ.പി. ജയരാജനുമായി DCക്ക് ഒരു കരാർ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ആശയവിനിമയം ഇ.പി. ജയരാജനുമായി നടത്തിയിരുന്നു. ആ ധാരണയുടെ പുറത്താണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോയത്. പാർട്ടി സമ്മേളനത്തിന്റെ തിരക്കായതിനാൽ മൊഴി നൽകാൻ വേണ്ടി ഇ.പി. കുറച്ച് സമയം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിവാദം നടക്കുമ്പോൾ ഈ പുസ്തകം പുറത്തിറങ്ങുന്ന സമയങ്ങളിൽ ഷാർജയിലായിരുന്നു, വിദേശത്തായിരുന്നു DC രവി ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മൊഴിയെടുക്കുന്നതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാനും ഒരു ഏതെങ്കിലും രീതിയിൽ തയ്യാറായി സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് നാട്ടിലേക്ക് തിരിച്ചെത്തുകയും മറ്റു നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ DC ബുക്സ് ഉടമ രവിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ജീവനക്കാരുടെ വിവരങ്ങൾ തേടാനും ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഏതായാലും ജീവനക്കാരുമായുള്ള ആശയവിനിമയം നടത്തി കഴിഞ്ഞു, അവരിൽ നിന്ന് വിവരം തേടിക്കഴിഞ്ഞു. അവരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇ.പിയുമായി ഒരു കരാർ ഉണ്ടായിരുന്നില്ല DC ബുക്സിനെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ധാരണയിൽ എത്തിയിരുന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട്. ശരി മിഥുൻ.